ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇത് ചക്ക വലിയ ചക്കയൊക്കെ ആണെങ്കിൽ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് എടുക്കുക ചെയ്യുക. ഇത് ഞങ്ങൾ 2 പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ചക്കയാണിത്. ചക്കയ്ക്ക് കുറച്ച് കളറ് കൂടുതലാണ്, പഴുത്തതല്ലത്, പച്ച ചക്ക തന്നെയാണ്. പിന്നെ ഇതിൽ വേണ്ടത് ഒരു പിടി തേങ്ങ, പിന്നെ കറിവേപ്പില, ഒരു 4 പച്ചമുളകൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് ഇടാം. പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ഉപയോഗിക്കൽ. തേങ്ങേൻ്റെ കൂടെ ചതുക്കാനാണ് ഇതൊക്കെ എടുക്കുന്നത്. അതിന് വെളുത്തുള്ളിനെക്കാട്ടും കുറച്ച് കുറവാണ്, അതിൻ്റെ പകുതിയോളം മതിയാവും ചെറിയ ഉള്ളി. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടാനുള്ളതാണ് ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ ഉണക്കമുളകും കൂടി ചേർത്തിട്ടാണ് വറുത്തിടുക. ഇത് കുക്കറിലാണ് ഈ ചക്ക ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ ഇപ്പോൾ ഈ ചക്ക ഇടുന്നത്. ഇത് കുറച്ച് ചക്കയേ ഉള്ളൂ. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. ചക്കൊക്കെ കുറച്ച് കളറ് കൂടുതലുള്ളതിനെ കൊണ്ട് മഞ്ഞപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും മഞ്ഞപ്പൊടി. ചക്ക കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, ഞാനിത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് നോക്കുമ്പോൾ വെള്ളം ഇവിടെ കാണണം. ആ ഒരു രീതിക്കാണ് വെള്ളം വെക്കുക. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളം കാണുന്നില്ലേ? ഇത്രയും വെള്ളം വെച്ചാൽ മതി. ചക്കൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി. നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം. പിന്നെ തണിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഇതിൽ ചേർത്താനുള്ള അരപ്പിൻ്റെ സാധനങ്ങളൊക്കെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി തിളപ്പിച്ച് വറവൊക്കെ ഇട്ട് വാങ്ങി വെക്കാം. നമുക്ക് ഇനി ആ സമയത്ത് കാണാം. തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. നന്നായി അരയണ്ട, ഒന്ന് ഒതുങ്ങിയെടുത്താൽ മതി. തേങ്ങ, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടിയും ചേർത്താണ് നമ്മളിത് ചതച്ചെടുക്കുന്നത്. ഇതിൽ ഒരു ചെറിയ സ്പൂണ് ജീരകം കൂടി ചേർത്തുന്നുണ്ട് തേങ്ങേൻ്റെ കൂടെ. എല്ലാം കൂടി ഒതുക്കിയെടുക്കുക. തേങ്ങ ഇതുപോലെയാണ്, ഈ രീതിക്കാണ് ഒതുക്കിയെടുക്കേണ്ടത്. ആ കുക്കറിൻ്റെ വിസിൽ വരാനായി. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ചക്ക വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കയ്യിൻ്റെ വാൽഭാഗം കൊണ്ട് അളക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിടാം. ഉപ്പിൻ്റെ കുറവുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കഴുകി വയ്ക്കണം. വെള്ളം കുറവൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഇത് നമുക്ക് ഗ്യാസിൻ്റെ അകത്ത് വെച്ച് വേവിച്ചെടുക്കാം. ചക്ക നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടതിന് ശേഷം അത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് കടുക് പൊട്ടിക്കും. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെട കുറച്ച് അധികം ഒഴിച്ചോളൂ. കടുകിടാം. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള ചക്കയാണ്. ചക്കയൊക്കെ നമ്മൾ വാഴ ഇലയിൽ തിന്നുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാം. നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ മുളകിട്ട മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ തേങ്ങ അരച്ച മീൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തരിച്ച് തിന്നാനും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. നല്ല ചൂടാണ്. അടിപൊളി ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.